ചരിത്രപാഠം എപ്പിസോഡ് 11 കോൺസ്റ്റന്റൈന് ക്രിസ്തുമതത്തോട് ആഭിമുഖ്യം. ക്രിസ്താബ്ദം 284 മുതൽ 306 വരെ ഭരിച്ച റോമൻ ചക്രവർത്തി ഡയക്ലീഷ്യൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യം ഭരണസൗകര്യാർത്ഥം 4 തിരിച്ചിരുന്നു. 2 അഗസ്റ്റസ്മാർ അഥവാ ചക്രവർത്തിമാരും 2 സീസർമാർ അഥവാ സഹചക്രവർത്തിമാരുമാണ് ഈ 4 ഭാഗങ്ങൾ ഭരിച്ചിരുന്നത്. കിഴക്കും പടിഞ്ഞാറുമായി തിരിച്ചിരുന്ന വിശാലമായ റോമാ സാമ്രാജ്യത്തിൽ കിഴക്ക് ഡയക്ലീഷ്യൻ അഗസ്റ്റസും ഗലേറിയസ് സീസറുമായിരുന്നു. അതേസമയം റോമാ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മക്സിമിയൻ അഗസ്റ്റസും കോൺസ്റ്റാൻസ്യൂസ് കോൺസ്റ്റന്റൈൻ്റെ പിതാവ് സീസറുമായിരുന്നു. ഡയക്ലീഷ്യനെ തുടർന്ന് 306 പടിഞ്ഞാറ് സീസറായിരുന്ന കോൺസ്റ്റാൻസ്യൂസ് അഗസ്റ്റസും അദ്ദേഹത്തിൻ്റെ പുത്രൻ കോൺസ്റ്റന്റൈൻ സീസറുമായി. ആ സമയത്ത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൽ ഗലേറിയസ് ആയിരുന്നു അഗസ്റ്റസ്, സെവരൂസ് സീസറും. 311 കോൺസ്റ്റന്റൈൻ അഗസ്റ്റസ് അഥവാ ചക്രവർത്തിയായി പടിഞ്ഞാറ് അധികാരമേറ്റപ്പോൾ കിഴക്ക് ലിച്ചിനസ് ചക്രവർത്തിയും മക്സെൻസ്യൂസ് സഹചക്രവർത്തിയുമായി. 306 കോൺസ്റ്റന്റൈൻ സീസറായി അധികാരമേൽക്കുമ്പോൾ റോമാസഭയിൽ സിൽവസ്റ്ററും അലക്സാൻഡ്രിയൻ സഭയിൽ അലക്സാണ്ടറും ജെറൂസലത്ത് മക്കാറിയോസും സഭാഭരണം നിർവഹിച്ചിരുന്നു. മതപീഡന നിമിത്തം അന്ത്യോക്യൻ സഭയിൽ റൊമാനൂസിന് ശേഷം ആരെയും നിയമിച്ചിരുന്നില്ല. നിക്കിയായിലെ പിതാക്കന്മാർ എവുസ്താത്യോസിൻ്റെ ജീവിത നൈർമല്യവും സത്യപ്രബോധനവും നിമിത്തം അദ്ദേഹത്തെ ശ്ലൈഹിക സിംഹാസനത്തിന് യോഗ്യനായി കണ്ടു. അദ്ദേഹത്തെ അവർ അന്ത്യോക്യയിലേക്ക് സ്ഥലം മാറ്റി നിയമിച്ചു. ഈജിപ്തിന് അപ്പുറമുള്ള ലിബിയ വരെയുള്ള പൗരസ്ത്യ ക്രിസ്ത്യാനികൾക്ക് ലിച്ചിനിയൂസ് എന്ന ഭരണാധികാരിയുടെ നിഷേധ നിലപാട് നിമിത്തം സഭ എന്ന നിലയിൽ പരസ്യമായി ഒന്നിച്ചുകൂടാൻ സാധിച്ചില്ല. എന്നാൽ ഗ്രീക്കുകാർ, മാസിഡോണിയക്കാർ, ഇല്ലീറിയക്കാർ തുടങ്ങി പാശ്ചാത്യ രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾക്ക് കോൺസ്റ്റന്റൈൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നതിനാൽ സുരക്ഷിതരായി ഒന്നിച്ചു കൂടി ആരാധിക്കാനും കഴിഞ്ഞു. 311 അദ്ദേഹം അഗസ്റ്റസ് എന്ന നിലയിൽ ഭരണത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പരമാധികാരിയായി. കോൺസ്റ്റന്റൈന് ക്രിസ്തുമതത്തോട് ആഭിമുഖ്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അദ്ദേഹത്തിനുണ്ടായ കുരിശിൻ്റെ ദർശനമാണ്. ചരിത്രകാരനായ യൂസേബിയൂസ് ഇക്കാര്യം വിവരിക്കുന്നത് സൊസോമൻ സഭാചരിത്രം എന്ന തൻ്റെ കൃതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കിഴക്കേ റോമാ സാമ്രാജ്യത്തിൻ്റെ സഹചക്രവർത്തിയായിരുന്ന മക്സെൻസീസുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചപ്പോൾ എങ്ങനെ സൈനിക നടപടി നടത്തണമെന്നും എവിടെ നിന്ന് സഹായം ലഭിക്കുമെന്നും സംശയിച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കുരിശിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. മധ്യാഹ്ന സമയത്താണ് ആകാശത്തിൽ പ്രകാശപൂരിതമായ കുരിശിൻ്റെ ചിഹ്നം കോൺസ്റ്റന്റൈൻ കാണുന്നത്. മധ്യാഹ്ന സമയത്ത് ആകാശത്തിൽ പ്രകാശപൂരിതമായ ഒരു കുരിശും അതിനു ചുറ്റും ഈ അടയാളത്താൽ കീഴടക്കുക എന്ന എഴുത്തും താനും കൂടെയുള്ള പട്ടാളക്കാരും കണ്ടതായി ചക്രവർത്തി ആണയിട്ട് പറഞ്ഞതായി യൂസേബിയൂസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസേബിയൂസിൻ്റെ സഭാചരിത്രം 5:1-28 ഇത് കാണാം. ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ കോൺസ്റ്റന്റൈന് സന്തോഷമായി. ധൈര്യത്തോടെ അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി. കുരിശിൽ തനിക്ക് വിജയം ലഭിക്കുമെന്നുള്ള പ്രത്യാശ സത്യസന്ധനും നീതിമാനുമായ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈദിക ശ്രേഷ്ഠർ ഉപദേശിച്ചത് അനുസരിച്ച് കോൺസ്റ്റന്റൈൻ പ്രവർത്തിച്ചു. ഇതേക്കുറിച്ച് ചരിത്രകാരനായ സൊസോമൻ എഴുതുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിനെപ്പറ്റി വൈദിക ശ്രേഷ്ഠർ വിശദീകരിച്ച പ്രവചനങ്ങളെപ്പറ്റി കോൺസ്റ്റന്റൈൻ ആശ്ചര്യഭരിതനായി. അദ്ദേഹം ശില്പികളെ വരുത്തി ലിബാരും എന്ന റോമൻ കൊടിയടയാളം കുരിശിൻ്റെ രൂപത്തിൽ ആക്കാനും സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് അതിനെ അലങ്കരിക്കാനും കൽപ്പിച്ചു. റോമാക്കാർ മേൽപ്പറഞ്ഞ റോമൻ വിജയചിഹ്നത്തെ മറ്റെല്ലാറ്റിനും ഉപരി ബഹുമാനിച്ചിരുന്നു. അതെപ്പോഴും രാജാവിൻ്റെ മുമ്പിൽ വഹിച്ചിരുന്നു. പട്ടാളക്കാർ അതിനെ വന്ദിച്ചിരുന്നു. കോൺസ്റ്റന്റൈന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് പോലും ഈ കുരിശിൽ വിശ്വാസം ജനിച്ചു. ആ വിശ്വാസം അവരിൽ വലിയ മാറ്റത്തിന് കാരണമായി. കുരിശിൻ്റെ ദർശനമാണ് ക്രിസ്തുമതത്തോട് ആഭിമുഖ്യം ഉണ്ടാകാൻ കോൺസ്റ്റന്റൈനെ പ്രേരിപ്പിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.